സ്നേഹബഹുമാനായ യുഗ്മയുടെ റീജിയണൽ ഓർഗനൈസർ സാം തിരുവാതിരി, നമ്മുടെ വൈസ് പ്രസിഡന്റ് ടെസി പോൾ, ജോയിന്റ് സെക്രട്ടറി അനോജ്, ട്രഷറർ ലാലിച്ചൻ, ബോസ്റ്റോൺ റെപ്രസെന്റേറ്റീവ് റെജി, ബോൾമോസ്റ്റ് റെപ്രസെന്റേറ്റീവ് വന്നിട്ടില്ല, പൂൾ റെപ്രസെന്റേറ്റീവ് ശ്രീരാം, സന്തോഷ്, എക്സ് ഒഫീഷ്യൽസ് മാത്യു വർഗീസ്, എല്ലാം ഉപരി ഡോർസെറ്റ് മലയാളി അസോസിയേഷനിലെ എൻ്റെ എല്ലാമായ സുഹൃത്തുക്കളെ, അധ്യക്ഷ പ്രസംഗം പ്രസിഡൻഷ്യൽ അഡ്രസ് ഞാനത് പ്രസിഡൻഷ്യൽ അനൗൺസ്മെന്റ് ആക്കി മാറ്റുകയാണ്. കാരണം സമയം ഒത്തിരി നീണ്ടുപോയതിനാൽ. നമ്മുടെ ഡോർസെറ്റ് DMAയുടെ എല്ലാ പ്രോഗ്രാമുകളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് എല്ലാവരെയും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന് അത്ര ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് എല്ലാവരെയും ഇമെയിൽ വഴിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇമെയിൽ വഴിയായിരിക്കും ആർക്കെങ്കിലും നമ്മുടെ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെ പറ്റിയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും കിട്ടാതെ വരുന്നുണ്ടോ, ഇമെയിൽ കിട്ടാതെ വരുന്നുണ്ടോ എന്ന് അറിയുന്ന വളരെ നന്നായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇമെയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ് ദയവായിട്ട് ഇമെയിൽ അഡ്രസ് അവിടെ തന്നെ ഇപ്പൊ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. രണ്ടു തവണ വേണം. ഇപ്പൊ ഒന്നുകൂടെ കൊടുത്താൽ മതി. പറയും ഒന്നുകൂടെ കൊടുത്താൽ മതി. അവിടുത്തെ ഷാജിയുടെ കൂടെ ഇവിടെ രണ്ടുപേരുടെ ഉണ്ടല്ലേ. ഇനി ആരുടെയെങ്കിലും ഉണ്ടെന്ന് വരും ഇപ്പോൾ തന്നെ ദയവായി ഒന്ന് കൊടുത്തേക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവർക്കും അയച്ചു എന്ന് വിചാരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും ഇമെയിൽ മാറുകയോ അഡ്രസ് എന്തെങ്കിലും മാറ്റമോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ നമ്മുടെ ഇവിടെ നടത്തുന്ന പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരോടും ഇമെയിലിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്ന പ്രോഗ്രാമുകൾ നമ്മളെ മിനിമം ഒരു 10 ദിവസം മുമ്പെങ്കിലും നമ്മളെ അറിയിക്കണമെന്ന്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ദൈർഘ്യം, പ്രോഗ്രാം എപ്പോൾ തുടങ്ങണം, എപ്പോൾ തീർക്കാൻ പറ്റും, നമുക്ക് അതിനിടയ്ക്ക് എന്തൊക്കെ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റും, അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം നമ്മൾ നേരത്തെ തന്നെ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇനി ആ പ്രോഗ്രാം അറിയിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഏതൊക്കെ പ്രോഗ്രാമാണോ, സപ്പോസ് ഡാൻസ് ആണെങ്കിൽ അത് ഏത് പാട്ടിന്റെ ഡാൻസ് ആണ്, ഏത് ഡാൻസ് ആണ്, അല്ലെങ്കിൽ സംഗീതമാണെങ്കിൽ ഏത് സംഗീതമാണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിയിക്കുന്നത് നല്ലതായിരിക്കും. അത് അറിയിക്കേണ്ടത് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരേ സ്റ്റേജിൽ തന്നെ ഒരേ പാട്ട് തന്നെ 2 കുട്ടികൾ പാടുന്നത് ശരിയല്ല. അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഒരേ ഡാൻസ് തന്നെ 2 കുട്ടികൾ നടത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് നല്ലതായിരിക്കാം, ഒരുപക്ഷെ ഒന്ന് മോശമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആവശ്യപ്പെടുന്നത് ഒരു 10 ദിവസം മുമ്പെങ്കിലും ഈ പ്രോഗ്രാം കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ ഒരാളുടെ പ്രോഗ്രാം തന്നെയാണ് മറ്റൊരാൾ എടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പ്രോഗ്രാം മാറ്റാൻ പറയാം. അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു 10 ദിവസം മുമ്പെങ്കിലും അറിയിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ അവസാന നിമിഷത്തിൽ കിട്ടുന്ന പ്രോഗ്രാം ഒരുപക്ഷെ അതിന് മുമ്പ് വന്ന പ്രോഗ്രാം തന്നെയാണെന്നെങ്കിൽ അത് നമുക്ക് ഒരുപക്ഷെ മാറ്റി വെക്കേണ്ടി വരും. അത് ആ സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പ്രോഗ്രാം ഒരു 10 ദിവസം മുമ്പെങ്കിലും അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പിന്നെ DMAയുടെ ഡാൻസ് പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ജൂൺ 5-ന് ആരംഭിക്കും. നമ്മൾ ഓൾറെഡി 3 വർഷത്തേനത് മനോജത് റെഡിയാണ്. മനോജാണ് ആ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്. കൊണ്ട് അദ്ദേഹം തന്നെ അതൊന്ന് വിശദീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ഡാൻസ് ക്ലാസ് ജൂൺ 5-ന് ആരംഭിക്കുകയാണ്. സെന്റ് ക്ലെമൻസ് ചർച്ചിന്റെ ഹോളാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് 1-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ച 3 തൊട്ട് 6 വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡാൻസ് ക്ലാസ് നടത്താനായിട്ട്. നമ്മുടെ ഡാൻസ് ക്ലാസ് നടത്തുന്ന ടീച്ചർ നമ്മളുടെ റിക്വസ്റ്റ് പ്രകാരം എത്തിച്ചേർന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു നൃത്തം ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും നമുക്ക് വേണ്ടി. ജൂൺ 5 ആദ്യത്തെ 3 ക്ലാസ് വേറൊരു ഹോളിലായിരിക്കും. കാരണം ഈ സെന്റ് ക്ലെമൻസ് ചർച്ച് ആ 3 ആഴ്ചകൾ വെറ്റുകയില്ല. നമുക്ക് അത് പ്രകാരം ഇറങ്ങുന്നതായിരിക്കും എവിടെയാണുള്ളത്. ഡാൻസ് ക്ലാസിനെ കുറിച്ച് അതേ പറയാനുള്ളൂ. പിന്നെ അതിന്റെ ഫൈനാൻസ് ഇതുവരെ നമ്മൾ തീരുമാനിച്ചത് എത്രയാവുന്നതാണ്. അത് ടീച്ചർ ഫൈനാൻഷ്യലായിട്ടുള്ളത് സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് പുള്ളിക്കാരി നോക്കുന്നു പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഗ്രാൻഡിന് ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഫൈനലൈസ് ആയിട്ട് അത് കാരണം ഒരാൾക്ക് എത്ര രൂപയാകും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ, പക്ഷെ വളരെ ചീപ്പായിരിക്കും എനിക്ക് ഉറപ്പാണ്. താങ്ക് യു. നമ്മൾ 3 വർഷത്തേനാണ് ഏതാണ്ട് ഈ സെന്റ് ക്ലെമൻസ് ട്രസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെല്ലാ ശനിയാഴ്ചയുമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത് 1, 3 സാറ്റർഡേകളിലായിരിക്കും. ഇനി അത് കഴിഞ്ഞ് വരുന്ന 2, 4 സാറ്റർഡേകളിൽ നമുക്ക് കുട്ടികൾക്കുള്ള ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ടാവും. ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറയുന്നത് വീണ, വയലിൻ, കീബോർഡ്, തമ്പുൾ, ഇത്ര 4 ക്ലാസ്സാണ് ഇപ്പോൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം കുട്ടികളുണ്ട് എന്ന് വരികില്ല മറ്റ് ക്ലാസ്സുകളും കൂടെ ആരംഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് മലയാളം പഠിക്കുന്നതിനുള്ള ഒരു അവസരവും ആ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഇനി ഡാൻസ് ക്ലാസ് നമുക്കറിയാവുന്ന ഏതാണ്ട് നമ്മുടെ DMAയിൽ ഇപ്പോൾ ഏതാണ്ട് 100 ഫാമിലികളൊക്കെ അതിൽ തന്നെ 131 കുട്ടികളോളം ഏതാണ്ടുണ്ട് ഡാൻസ് പഠിക്കാവുന്ന, ഡാൻസോ അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിക്കാവുന്ന പ്രായമായ ഏതാണ്ട് 131 കുട്ടികളുണ്ട്. അപ്പം എല്ലാ കുട്ടികൾക്കും നമുക്കൊരു അഡ്മിഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ഇനി ആരെങ്കിലും വെളിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആർക്കും DMAക്ക് യാതൊരു പരിഭവവും ഇല്ല, പരാതിയുമില്ല. ആരൊക്കെ പറഞ്ഞിങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല, ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ല. എവിടെ വേണമെങ്കിലും തന്റെ കുട്ടിയെ ഏത് പ്രസ്ഥാനത്തിൽ വേണമെങ്കിലും വിട്ട് ഇത്തരം ക്ലാസിക്കൽ ഡാൻസോ നൃത്തമോ മ്യൂസിക് എന്ത് പഠിക്കുന്നതിനുള്ള അനുവാദമുണ്ട്. അത് അവനവന്റെ ഇഷ്ടമാണ്. അല്ല DMAക്ക് ഒരിക്കലും ഒരു തർക്കമില്ല. അല്ലെങ്കിൽ DMAയിലുള്ള അംഗമുള്ള കുട്ടികളെല്ലാം DMAയിലൂടെ പഠിപ്പിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. അത്ര നിർബന്ധമേ ഇല്ല. ഇനി വരുന്ന കുട്ടികൾക്ക് സ്വാഗതമാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമുണ്ട്. അല്ലാതെ ഒരു കുട്ടികളെ ഒരു വ്യക്തിയോട് മാത്രമേ ഞാൻ അതേപറ്റി സംസാരിച്ചിട്ടുള്ള ഒരാളോട് പറഞ്ഞു അവരുടെ കുട്ടിയെ വേറൊരു കുട്ടി പഠിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയുടെ അരങ്ങേറ്റം നമുക്ക് എന്തായാലും നമ്മുടെ അസോസിയേഷനിലേ ഉള്ളൂ. അപ്പോൾ അതിനോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഒരു ടീച്ചർ ആ കുട്ടിയെ പഠിപ്പിച്ചോ എത്രയും നാൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടിയുടെ അരങ്ങേറ്റം നമ്മുടെ സ്റ്റേജിൽ കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് തെറ്റാണല്ലോ എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആരോടും കമ്മിറ്റി ഒരിക്കൽ പോലും കുട്ടികളെ വേറൊരിടത്ത് വിടരുന്നോ പഠിപ്പിക്കരുതെന്നോ അല്ലെ ഭീഷണിപ്പെടുത്തുവോ അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എത്ര കുട്ടികളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അസോസിയേഷനിൽ പഠിപ്പിക്കാൻ പറ്റും. ഇനി വെളിയിൽ വിട്ട് പഠിപ്പിച്ചു ചെയ്യാൻ അസോസിയേഷൻ യാതൊരു ഒരു പരിഭവമില്ല. ഇനി ഫീസിന്റെ കാര്യം നമുക്ക് കിട്ടുന്ന ലോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അമിതമായ ഫീസ് ആകുകയില്ല. അപ്പം തന്നെ ഓൾറെഡി മനോജ് പറഞ്ഞു നമുക്ക് കിട്ടിയിരിക്കുന്ന വാടക റൂമിന്റെ ആണെങ്കിലും വളരെ കുറഞ്ഞ വാടകയിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ എന്തായാലും ഫീസ് ഉണ്ടാകാതിരിക്കുകയില്ല. പിന്നെ കുട്ടികൾക്ക് മ്യൂസിക് പഠിക്കാനുള്ള സൗകര്യവും ഇൻസ്ട്രുമെന്റ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതിനും ഏതെങ്കിലും ചെറിയ ചെറിയ ഫീസുകൾ എന്തായാലും ആവും. അപ്പൊ അത്തരം ഉള്ള താല്പര്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ എത്രയും വേഗം മനോജിനെ കോൺടാക്ട് ചെയ്യുകയോ അതിന്റെ പേര് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ പ്രയോജനം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിലാക്കാതെ ഇപ്പോൾ തന്നെ അത്ര താല്പര്യമുള്ളവരെ മനോജിന് പേര് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത സ്പോർട്സിന്റെ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം സ്പോർട്സ് ഇൻഡോറും ഔട്ട്ഡോറും രണ്ടായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇൻഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്താൻ ഇഷ്ടപ്പെടുന്നു. ചെസ് കളി, ചീട്ട് കളി, അതുപോലുള്ള ഇൻഡോർ കളികളെല്ലാം തന്നെ നമ്മൾ അതിനോട് താല്പര്യമുണ്ട്. അപ്പൊ 2 ദിവസം കൊണ്ടായിരിക്കും നടന്നത്. ചീട്ടുകളി എന്ന് പറയുമ്പോൾ ചിരിക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓണത്തിനോടനുബന്ധിച്ച് വരുന്നൊരു കളിയായതുകൊണ്ടാണ് നമ്മൾ അതിനോട് അതുകൂടെ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിനെപ്പറ്റി മനോജിന് എന്തെങ്കിലും പറയാൻ? ഡേറ്റ് ജൂൺ മാസം 17 അതായത് 13 ജൂൺ 13 കഴിഞ്ഞ് വരുന്ന ശനി ഞായറുകൾ ഓഗസ്റ്റ് 10 വരെയുള്ള 2 മാസക്കാലമാണ് നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 1 മാസം, ആദ്യത്തെ 4 ആഴ്ചകളിൽ ഇൻഡോർ മത്സരങ്ങൾ, പിന്നെ വരുന്ന 4 ആഴ്ചകളിൽ ഔട്ട്ഡോർ മത്സരങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇമെയിൽ അയച്ചായിരുന്നു എല്ലാവർക്കും ആൾക്കാർക്ക് താല്പര്യമുള്ള ഗെയിമുകൾ